അത് ഈ അമൃതല്ല, അത് മൃദുസഞ്ജീവനിയാണ്. രാമായണത്തിലാണ് ആ ഔഷധ സസ്യത്തെപ്പറ്റി വിവരിക്കുന്നത്. അതായത് രാവണപുത്രനായ ഇന്ദ്രജിത്ത് തൊടുത്തുവിട്ട അസ്ത്രത്തിൽ ലക്ഷ്മണന് വളരെ മാരകമായ മുറിവേൽക്കുകയുണ്ടായി. ഹിമാലയത്തിലെ ദ്രോണഗിരിയിൽ പൂക്കളുടെ താഴ്വരയിൽ നിന്നും മൃതസഞ്ജീവനി കൊണ്ടുവരാനായിട്ട് ഹനുമാനെ നിയോഗിച്ചു. എന്നാൽ ഹനുമാൻ ദ്രോണഗിരി പർവ്വതത്തിൽ എത്തിയപ്പോൾ സഞ്ജീവനി കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായി. ഹനുമാനാകട്ടെ ദ്രോണഗിരി പർവ്വതത്തെ തന്നെ അടർത്തിയെടുത്ത് ലങ്കയിലേക്ക് തിരിച്ചു എന്നാണ് ഐതിഹ്യം. ഇവിടെ പ്രതിപാദിക്കുന്ന ചിറ്റമൃതാണ് ആ സസ്യമെന്ന് പലരും തെറ്റിദ്ധരിച്ച് പറയുന്നുവെങ്കിലും ശാസ്ത്രീയമായ പല പഠനങ്ങളും തെളിയിക്കുന്നത് പാറയിലും മറ്റും പറ്റിപ്പിടിച്ച് വളരുന്ന ലിത്തോഫൈറ്റ് സസ്യകുടുംബത്തിൽപ്പെട്ട സെലാജിനെല്ല ബ്രയോപെട്രിസ് എന്ന ശാസ്ത്രനാമമുള്ള ദേവാംഗിരി, അതായത് ഇംഗ്ലീഷിൽ സഞ്ജീവനി എന്ന് പറയുന്ന സസ്യമാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. ഈ സഞ്ജീവനി എന്നാൽ ജീവൻ പകർന്നു നൽകുന്നത്